സംഭവം കേരളത്തിൽ മാർ ഔസേപ്പിതാവിന്റെ നാമധേയത്തിലുള്ള ഒരു പ്രശസ്ത ദേവാലയത്തിലെ വൈദികന്റെ സാക്ഷ്യമാണ് താഴെ കാണുന്നത്. മാർ ഔസേപ്പിതാവിന്റെ തിരുനാൾ വർഷം തോറും ഭക്തിപൂർവ്വം ആഘോഷിക്കുന്ന ഒരു ദേവാലയത്തിൽ 2 ചാക്കുകൾ നിറയെ അരിയുമായി ഒരു മോട്ടോർ കാറിൽ ഒരു കുടുംബം എത്തി. അവർ പറഞ്ഞ സാക്ഷ്യമാണിത്. അവർ അവരുടെ മത്സ്യബന്ധന ബോട്ട് കടലിൽ ഇറക്കിയ ദിവസം അതിന് സെന്റ് ജോസഫ് എന്നു പേരു നൽകി പ്രതിഷ്ഠിച്ചു. തങ്ങളുടെ ബോട്ടിനും അതിൽ പണിയെടുക്കുന്നവർക്കും യാതൊരു അപകടവും ഉണ്ടാകാതിരിക്കാൻ വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാൾ ദിവസം 1 ചാക്ക് അരി പാവപ്പെട്ടവരുടെ ഇടയിൽ വിതരണം ചെയ്യണമെന്നായിരുന്നു നേർച്ച. 3-4 മാസങ്ങൾക്കു ശേഷം ഒരു ദിവസം പുറം കടലിൽ മത്സ്യബന്ധനത്തിനായി പോയ 4 ബോട്ടുകളിൽ ഒന്ന് സെന്റ് ജോസഫ് ആയിരുന്നു. കനത്ത കാറ്റും മഴയും കടലിൽ ഉണ്ടായി. കടൽക്ഷോഭം കൊണ്ട് ബോട്ടുകൾ ഇളകി മറിഞ്ഞു. 3 ബോട്ടുകളും തിരമാലകളിൽ പെട്ട് തകർന്നതാണ്. അവയിലുണ്ടായിരുന്ന ആളുകൾ നീന്തി. 13 പേർക്ക് ജീവാപായം സംഭവിച്ചു. സെന്റ് ജോസഫ് ബോട്ട് മാത്രം മറിയാതെ രക്ഷപ്പെട്ടു. മറ്റു ബോട്ടുകളിൽ കയറിയിരുന്ന ഹതഭാഗ്യരിൽ ശേഷിച്ചവരെ സെന്റ് ജോസഫ് ബോട്ടിലെ ആളുകൾ രക്ഷപ്പെടുത്തി. മാർ ഔസേപ്പിതാവിന്റെ മധ്യസ്ഥതയാൽ തങ്ങൾക്കുണ്ടായ അനുഗ്രഹത്താൽ സന്തുഷ്ടചിത്തരായ അവർ നേരത്തെ നേർച്ച നേരുന്നതിനു പുറമെ 1 ചാക്ക് അരി കൂടി ആ വിശുദ്ധന്റെ സ്തുതിക്കായി പാവപ്പെട്ടവരുടെ ഇടയിൽ വിതരണം ചെയ്യുവാൻ തയ്യാറായി.